ധാരാളം നല്ല സുമനസ്സുകളെ ഈ സ്ഥാപനത്തിന് തന്നു. ഞാൻ ആരുടെയും മുൻപിൽ പോയി കൈ നീട്ടിയിട്ടില്ല. പക്ഷേ ഈശോ എനിക്ക് വേണ്ടി ഒത്തിരി പേരുടെ മുൻപിൽ പോയി കൈ നീട്ടിയെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അവരുടെയൊക്കെ മനസ്സുകളിൽ സ്നേഹതീരം എന്ന സ്ഥാപനത്തെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അവരൊക്കെ ഇവിടെ വന്ന് സഹായിക്കുകയും ചെയ്തത്. പലരും ഇവിടെ വന്ന് സഹായിക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ദൈവമേ ഇതാര് പറഞ്ഞിട്ടാണ് അവർ വന്നത്. എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, എൻ്റെ ഈശോ അവിടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്, നീ സ്നേഹതീരത്ത് പോകുക, സഹായിക്കുക. പലരും ഷെയർ ചെയ്യാറുണ്ട്, ക്രിസ്ത്യ മനസ്സിലിങ്ങനെ തോന്നിച്ചു സ്നേഹതീരത്ത് പോകണം, സഹായിക്കണമെന്ന്. ആ ഈശോയുടെ സ്നേഹവും കരുണയും, എൻ്റെ കണ്ണീര് തുടയ്ക്കുന്ന ആ സ്നേഹം, ആ കരുതൽ, അതൊക്കെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം. പ്രിയപ്പെട്ട സിസ്റ്ററെ, ഞാൻ ഓർക്കാറുണ്ട്, ഒരുപക്ഷെ മാധ്യമ ലോകത്തേക്കോ കേരളത്തിൻ്റെ ശ്രദ്ധയിലേക്കോ ഒക്കെ സിസ്റ്റർ കടന്നു വരാനായിട്ട് ഒരുപാട് സുമനസ്സുകളിലൂടെ നന്മകളുണ്ടായിട്ടുണ്ട്. ഐഡിയ സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ പ്രിയപ്പെട്ട സിസ്റ്ററിനെ പറ്റി വലിയ നന്മയോടുകൂടി ഒരു ഗായകനായ ശ്രീ MG ശ്രീകുമാർ സാറ് പറഞ്ഞത് ഓർക്കുന്നുണ്ട്. അനേകം മനുഷ്യരുടെ അനുഗ്രഹങ്ങൾ സിസ്റ്ററിന് അറിഞ്ഞോ അറിയാതെയും വന്നുയർന്ന അനേകം അനുഗ്രഹങ്ങളുണ്ട്. ആ ഒരു കാലഘട്ടങ്ങളിൽ അന്നത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു പ്രോഗ്രാമിൽ, ആ പ്രോഗ്രാമിൽ വന്നതിൽ കൂടി എല്ലാവരുടെയും മനസ്സ് സിസ്റ്ററിലേക്ക് കേന്ദ്രീകരിക്കാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. അപ്പോൾ ആ ഒരു സംഭവം അത് സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് മാധ്യമ ലോകം സിസ്റ്റർ നായകനുമായിട്ട് മാറിയത് എങ്കിൽ ദയവായിട്ട് അതുകൂടി പറയുക. അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ ഇവിടെ വെച്ച് നടക്കുമെന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പല സ്ഥലങ്ങളിൽ പോയി നോക്കി, പക്ഷേ അവിടെയൊന്നും അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പലരോടും അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെയുണ്ട് എന്നവർ പറയുകയുണ്ടായി. അങ്ങനെ അവരറിഞ്ഞു. അങ്ങനെയാണ് ഏഷ്യാനെറ്റുകാർ ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വന്നപ്പോൾ അവരോട് ഞാൻ പറഞ്ഞു, ഇവിടെ സൗകര്യം വളരെ കുറവാണ്. അന്ന് നമുക്ക് പഴയ ആ ഓഫീസും ആ കെട്ടിടവും മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ബിൽഡിങ് പണിയാൻ വേണ്ടി നമ്മൾ മണ്ണൊക്കെ എടുത്ത് കല്ലൊക്കെ ഇറക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇത്രയും വലിയൊരു പ്രോഗ്രാം അവിടെ നടത്താനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. അവർ ടെറസിൻ്റെ മുകളിൽ കയറി നോക്കി. ടെറസിൻ്റെ മുകളിൽ അന്ന് തുണിയൊന്നും വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് നമ്മൾ തുണികളൊക്കെ അടുക്കി എല്ലാ കാര്യങ്ങളും അവിടെയാണ് വെച്ചിരിക്കുന്നത്. സ്റ്റോറായിട്ട് ഉപയോഗിക്കുകയായിരുന്നത്. പെട്ടെന്ന് അവർ തീരുമാനിച്ചു, അവർ പറഞ്ഞു, ഇതൊക്കെ ഒന്ന് മാറ്റിത്തരാമോ, എന്ന് നമുക്കിവിടെ വെച്ച് നടത്താം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് 2 ദിവസം കൊണ്ടാണ് എല്ലാ അറേഞ്ച്മെൻറ്റും നമ്മൾ ചെയ്തത്. അതുപോലെ പുതിയ കെട്ടിടം എടുക്കാൻ കുഴിച്ചൊക്കെ ഇട്ടിരുന്ന കുഴികളൊക്കെ മണ്ണിട്ട് പെട്ടെന്ന് നിരത്തി. അങ്ങനെയാണ് അവിടെ പ്രോഗ്രാം നടക്കാൻ തന്നെ അതിടയായത്. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് ഞാൻ ചിന്തിച്ചു, എൻ്റെ ഈശോയെ എങ്ങനെയാണ് സ്നേഹതീരം അറിഞ്ഞത്? ഈ ഐഡിയ സ്റ്റാർ സിംഗർ ഇത്രയും വലിയ ചാനൽ ഇവിടെ വരാൻ ആരാണ് കാരണക്കാരനായത്? അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, കർത്താവാണ്. പക്ഷേ അന്നിവിടെ ഈ പ്രോഗ്രാം നടന്നപ്പോൾ ധാരാളം ജനങ്ങൾ നമ്മുടെ ഈ ഭവനത്തിലേക്ക് ഇടിച്ച് കയറി. അവസാനം പോലീസ് പ്രൊട്ടക്ഷൻ തന്നെ വേണ്ടി വന്നു. പക്ഷെ അവിടെ വെച്ച് MG ശ്രീകുമാർ സാറും ചിത്ര ചേച്ചിയും അതുപോലെ വന്ന പലരും നമ്മുടെ സ്ഥാപനത്തെ അവർ പൂർണ്ണമായും ഉൾക്കൊണ്ടു എന്നുള്ളതാണ് ഒരു വലിയ സത്യം. MG ശ്രീകുമാർ സാർ ഹൃദയം തട്ടിയാണ് പറഞ്ഞത്, പോയി നേർച്ചയിടുന്നതിനേക്കാൾ എത്രയോ വലുതാണ് ഈ സ്നേഹതീരത്തിൽ 10 രൂപ കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് നടന്നു. പിറ്റേ ദിവസം രാവിലെ പ്രോഗ്രാം നടന്നു കഴിഞ്ഞ് TV യിൽ പ്രക്ഷേപണം ചെയ്തപ്പോൾ തൊട്ട് ഫോണുകൾ ഇങ്ങനെ ഇടതടവില്ലാതെ ബെല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും മറുപടി പറയാൻ പോലും സാധിച്ചില്ല. രാത്രി 12:30, 1 മണി, 2 മണി വരെ ഫോൺ കോളായിരുന്നു. രാവിലെ ഒരു 6:30 ആയപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ പ്രായമുള്ള ഒരപ്പനും അമ്മയും, അപ്പൻ അമ്മയെ താങ്ങിപ്പിടിച്ച് വടി കുത്തി കയറി വന്നു.
വന്നിട്ട് എന്നെ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു, സിസ്റ്ററെ, ഞങ്ങൾക്കിതറിയില്ലായിരുന്നു. ഇത് എത്രയോ വലിയ പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഞാനിത് കണ്ട ഉടനെ തന്നെ മകനെ വിളിച്ചു പറഞ്ഞു, സിസ്റ്റർ എന്തെങ്കിലും കൊടുക്കണമെന്ന്. 2 ലക്ഷം രൂപ അന്നേരം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് അവർ അമ്മയും അപ്പനും തന്നിട്ടാണ് പോയത്. ആദ്യമായിട്ടാണ് സ്നേഹതീരത്തിന് 2 ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുന്നത്. അതിനുശേഷം ധാരാളം പേര് ഈ ഐഡിയ സ്റ്റാർസിങ്ങൾ കണ്ടതിന് ശേഷം നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമ്മുടെ ആ വലിയ ബിൽഡിങ്, പഴയ മദർ ഹൗസിൻ്റെ അവിടെ നമ്മൾ ആ വലിയ ബിൽഡിങ് പണിതതും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തതും. ഒത്തിരി ഇന്നും ഐഡിയ സ്റ്റാർ സിംഗറെ ഓർത്തിരിക്കുന്നവരുണ്ട്. ചിലരൊക്കെ ഞാൻ ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ എന്നെ ചൂണ്ടി പറയാറുണ്ട്, അന്ന് ഐഡിയ സ്റ്റാർ സിംഗർ കണ്ട സിസ്റ്റർ അല്ലേ എന്ന് എന്നോട് ചോദിക്കാറുണ്ട്. അവർ വഴി ധാരാളം നന്മകൾ, സാമ്പത്തിക സ്രോതസ്സ് പല വിധത്തിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് തമ്പുരാൻ ഇനി അമ്മമാർക്ക് ചോർന്നൊലിക്കാതെ കിടന്നുറങ്ങാനുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കി തന്നത്. അതുപോലെ LICയുടെ ഗോൾഡൻ ജൂബിലി, CSR ഫണ്ട്, അതൊക്കെ അന്ന് നമുക്ക് ലഭിച്ചു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഒത്തിരി ചാനൽ പ്രോഗ്രാം നമ്മുടെ ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി ബഹുമാന്യനായ KB ഗണേഷ് കുമാർ സാർ ഡീൽ ഓർ നോ ഡീൽ എന്ന പ്രോഗ്രാം നമുക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. അന്ന് അദ്ദേഹത്തിന് കിട്ടിയ 5 ലക്ഷം രൂപയും കാറും നമുക്കാണ് തന്നത്. അതുപോലെ ഏഷ്യാനെറ്റിലെ സീരിയൽ നടന്മാരെല്ലാവരും കൂടി ഐഡിയ സ്റ്റാർ സിംഗർ തന്നെ ഒരു പ്രോഗ്രാം അവരും ചെയ്തു. അന്ന് അവർക്ക് ലഭിച്ച 13 ലക്ഷം രൂപ അന്ന് നമുക്ക് തരികയുണ്ടായി. അങ്ങനെയാണ് ആ കെട്ടിടം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചത്. ഇവരെല്ലാവരും കൂടി സഹായിച്ചപ്പോൾ ആ കെട്ടിടം നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഈശോയുടെ പരിപാലന അന്നു മുതൽ ഇന്നുവരെ അനുഭവിക്കാൻ കഴിഞ്ഞു. ഇവിടെ ഇല്ലീഗലായി, ഞാൻ പറഞ്ഞു, ഇല്ലീഗലായിട്ട് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ ധാരാളം പേരെ നമുക്ക് ഇവിടെ വളർത്തേണ്ടി വന്നു. അപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടു. എന്നിട്ട് പറഞ്ഞു, മാനസിക രോഗികളായ സ്ത്രീകളുടെ കൂടെ കുട്ടികളെ വളർത്താൻ പാടില്ല. അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെ എല്ലാവരെയും CWCയുടെ കീഴിലുള്ള ഓരോ ഓർഫനേജുകളിലേക്ക് മാറ്റേണ്ടി വന്നു. ഹൃദയം തകരുന്ന വേദനയായിരുന്നു എനിക്ക്. എൻ്റെ കയ്യിൽ പ്രസവിച്ച് വീണ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്നും പെറുക്കിക്കൊണ്ട് പോകുക. അന്ന് മുതൽ ഈശോയുടെ കണ്ണീരോടെ പ്രാർത്ഥിച്ചു, ഈശോയെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കിടക്കാൻ ഒരു ഭവനം തരണമേ എന്ന്. നീണ്ട വർഷങ്ങൾ അതിന് കാത്തിരിക്കേണ്ടി വന്നു. പക്ഷേ ഈശോ ഒരു ഭവനം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മനോഹരമായിട്ട് നിർമ്മിച്ചു തന്നു. അവന് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ചത് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറാണ്. സാറിനെ എങ്ങനെയോ, എനിക്ക് സാറിനെ ഒരു പരിചയവുമില്ല, ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. കോവിഡ് സമയത്ത് സാർ എന്നെ ഒന്ന് വിളിച്ചു. ആരോ സാറിന് നമ്പർ കൊടുത്തിട്ട് ചോദിച്ചു, സിസ്റ്ററെ, ഇങ്ങനെ എനിക്കൊരു നമ്പർ കിട്ടി, ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ചൊന്ന് അറിയാനാണ് വിളിക്കുന്നത്, ഭക്ഷണമുണ്ടോ കഴിക്കാൻ, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ സാറിനോട് ഞാൻ പറഞ്ഞു, പലരും തരുന്നുണ്ട് സാറേ, ഇങ്ങനെ മുൻപോട്ട് പോകുന്നു. അങ്ങനെ അന്ന് സാർ 25,000 രൂപ അയച്ചു തന്നു. സാറിന് റെസിപ്റ്റും കൊടുത്തു. 2018 ഡിസംബർ 10 ഈ കെട്ടിടമുണ്ടാക്കാൻ കല്ലിടുന്നത്. പക്ഷേ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ കല്ലിട്ടു. അപ്പോഴേക്കും കോവിഡ് വന്നു. പിന്നെ ഇതിൻ്റെ പണി ഒന്നും നടന്നിട്ടില്ല. കുറേ കഴിഞ്ഞപ്പോൾ കോണ്ടാക്ട് ചെയ്യാൻ ബാങ്കിലെ മാനേജർ എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ തിരിച്ച് രാത്രി ഇവിടെ ആയപ്പോൾ എന്നെ കുര്യൻ ജോസഫ് സാറ് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സിസ്റ്ററെ, അക്കൗണ്ടിൽ കുറച്ച് കാശ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം, എന്നെ ഒന്ന് വിളിച്ച് പറയണം. അങ്ങനെയാണ് നമ്മൾ അറിയുന്നത്, അദ്ദേഹം പലരും വഴി സാറിന് കിട്ടേണ്ട പൈസ, കിട്ടേണ്ട പലതിൻ്റെയും ഫീസുകളാണ് നമുക്ക് അവരെ കൊണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇടിയിച്ചത്. അങ്ങനെയാണ് ഈ ബിൽഡിങ് പണിയാൻ നമുക്ക് സാധിച്ചത്. സാറിൻ്റെ വലിയ ആ സംഭാവന, സാറിൻ്റെ വലിയ മനസ്സ്, സാറ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മുടെ കൂടെ നിന്നു. എങ്ങനെയൊക്കെ നമ്മളെ സഹായിക്കാൻ പറ്റുമോ അങ്ങനെ എല്ലാവരോടും പറഞ്ഞ് സാറ് സഹായിച്ചു. എങ്കിൽ പോലും ഇന്ന് 5 കോടി രൂപ നമുക്ക് ഈ ഭവനം പണിതതിൻ്റെ കടം ബാലൻസ് ഉണ്ട്. അതിനകത്ത് ഒരു 3.5 കോടി സാറിന് കൊടുക്കാനുള്ള പൈസയാണ്, കുര്യൻ ജോസഫ് സാറിന് കൊടുക്കാനുള്ള പൈസയാണ്. ബാക്കി 1 കോടി നമ്മൾ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും ലോൺ എടുത്തു. ബാക്കി പൈസ
എൻ്റെ വീട്ടുകാരുടെയും മറ്റു പലരുടെയും സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ പണയം വെച്ചെടുത്ത പൈസയാണ്. അങ്ങനെയാണ് ഈ ഭവനം നമ്മൾ പണി തീർത്തത്. ഈ ഭവനം പണിതപ്പോൾ മുതൽ അച്ഛൻ പറഞ്ഞതുപോലെ ഒത്തിരി കണ്ണീർ ഞാൻ ഒഴുക്കേണ്ടി വന്നു. നമുക്കെതിരായിട്ട് ഈ സ്ഥലം വേറൊരാളുടെ അവകാശം പറഞ്ഞ് നമുക്കെതിരായിട്ട് കേസ് കൊടുത്തു. ഒത്തിരി കരഞ്ഞു ഈശോയുടെ അടുത്തിരുന്ന്. പക്ഷേ അവിടെയൊക്കെ ഈശോ നമുക്ക് വിജയം വാങ്ങിച്ചു തന്നു. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തു, കേസ് വാദിച്ചു. അങ്ങനെ ഈ ഭവനം ഇത്രത്തോളം ആക്കി തീർക്കുവാൻ സാധിച്ചു. നന്ദിയല്ലാതെ ഈശോയ്ക്കൊന്നും പറയാനില്ല. പ്രിയപ്പെട്ട സിസ്റ്റർ എപ്പോഴും ഒരു പക്ഷി ഇരിക്കുന്ന കൊമ്പിനെയല്ല വിശ്വസിക്കുന്നത്, മറിച്ച് പറക്കാൻ കഴിവുള്ള ചെറുകളെയാണ്. ദൈവത്തിലുള്ള ആഴമായ ആശ്രയബോധത്തിൽ സിസ്റ്റർ നേടിയെടുത്ത ചെറുകൾ അത് തീർച്ചയായിട്ടും ദൈവതമ്പുരാൻ്റെ വലിയ അനുഗ്രഹങ്ങളിലേക്ക് ഉയരുവാൻ തക്കവണ്ണവും ആത്മരക്ഷയ്ക്കായിട്ട് ഇത്ര വലിയ ഒരു കർമ്മം ചെയ്യുന്ന മറ്റ് അനേകരുടെ ആത്മാവുകളുടെ രക്ഷയ്ക്കായിട്ട് ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എളിയവരിൽ ഒരു ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള ക്രിസ്തുവിൻ്റെ വാക്യത്തിന് അടിവരയിടുന്ന ഒരു ജീവിതം നൽകിയ പ്രിയപ്പെട്ട സിസ്റ്ററിന് ദൈവതമ്പുരാൻ ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകണം എന്നുള്ളത് ഒരു വ്യക്തിഗതമായ അഭിപ്രായം മാത്രമല്ല, പാവപ്പെട്ടവരായ അനേകായിരം മനുഷ്യരുടെ സ്വപ്നവും ആശംസയുമാണ്. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ.